അവൾ അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു. താഴെയുള്ള ഒരു റൂമിലേക്കാണ് അവൾ അവനെയും കൂട്ടി പോയത്. ഇവിടെ കഴിയിക്കോ, അവൾ അവനെ നോക്കാതെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എങ്ങോട്ടാ? ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞില്ലല്ലോ, അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. അത് അല്ല സർ, ഡ്രസ്സ് കഴുകട്ടെ എന്ന് കരുതി. അതിന് ഞാൻ വേണ്ടല്ലോ, അവളും തിരികെ അവനെ നോക്കി പറഞ്ഞു. ആര് പറഞ്ഞു അതിന് നീ വേണ്ടാന്ന്? അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നും അഴിക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൾ ഞെട്ടി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറാൻ ശ്രമിച്ചു. സർ, എന്തായി കാണിക്കുന്നത്? അവൾ അവനെ നോക്കി ചോദിച്ചു. എന്നാൽ അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. പുറകിലേക്ക് മാറി ഒടുവിൽ അവൾ ഭിത്തിയിൽ തട്ടി നിന്നു. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. വാതിലിൻ്റെ അടുത്തേക്ക് എത്തിയതും അവൻ ഒരു കൈകൊണ്ട് വാതിലടച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഷർട്ടിൻ്റെ ബട്ടൺസ് മുഴുവനായിട്ടും അഴിച്ചു. ഷർട്ട് തൻ്റെ ശരീരത്തിൽ നിന്നും മാറ്റി. അവൾ അവൻ്റെ ശരീരത്തിലേക്ക് നോക്കി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അവനിൽ യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ ആ ഷർട്ട് അവളുടെ കൈകളിൽ വെച്ചു കൊടുത്തു. അവളാണെങ്കിൽ തൻ്റെ മുൻപിൽ ഷർട്ട്ലെസ്സായി നിൽക്കുന്ന അവനെ തന്നെ നോക്കി. മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന അവൻ്റെ ശരീരം, വെളുത്ത ശരീരമായിരുന്നു അവൻ്റേത്. കഴുത്തിൽ കിടക്കുന്ന കുരിശുമാല അതവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ട്. അവൻ്റെ ശരീരം കണ്ട് അവൾ ഉമിനീരിറക്കി. അവനാണെങ്കിൽ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ അവളെ നോക്കുകയായിരുന്നു. ഈ ഷർട്ട് അലക്കി വൃത്തിയാക്കി അയൺ ചെയ്ത് നാളെ എനിക്ക് കൊണ്ടുതരണം. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അവൻ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. അത് അത് പിന്നെ അവൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ വിക്കി. പോയി എനിക്കൊരു ഷർട്ട് എടുത്തിട്ട് വാ, നിന്റെ ചാച്ചൻ്റെ മതി, അവൻ്റെ എനിക്ക് കറക്റ്റാ, അവൻ അവളെ നോക്കി പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് അവൻ്റെ അടുത്ത് നിന്നും പോകാൻ തുടങ്ങിയതും അവൻ തൻ്റെ ഇരു കൈകളും അവളുടെ ഇരു സൈഡിലും വെച്ചു. അവൾ വീണ്ടും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. നിനക്ക് എന്നെ കാണുമ്പോൾ എന്താ ഇത്ര നോക്കാൻ? നീ ആദ്യമായിട്ടാണോ എന്നെ കാണുന്നത്? അവൻ അവളുടെ ഇരു സൈഡിലും കൈകൾ വെച്ച് അവളുടെ മുഖത്തിൻ്റെ നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു. സാർ എന്നെ ഇങ്ങോട്ട് നോക്കുന്നതുകൊണ്ടല്ലേ ഞാൻ നോക്കുന്നതും കാണുന്നത്? അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞു. നീ എന്നോട് തിരിച്ചു മറുപടി പറയാറായോ? അത് കേട്ട് അവൻ തിരികെ ചോദിച്ചു. ഞാൻ ചോദിച്ചത് സത്യം തന്നെയല്ലേ? എന്നെ ഇങ്ങോട്ട് നോക്കുന്നതുകൊണ്ടല്ലേ ഞാൻ നോക്കുന്നത് സാറും കണ്ടത്? അവൾ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. ദേ, നീ നിന്റെ അപ്പൻ്റെ അടുത്തും ആങ്ങളയോടൊക്കെ തിരിച്ചു പറയുന്നത് പോലെ എന്നോട് പറയാൻ നിൽക്കരുത്. അത് നിർത്തിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി. എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളഞ്ഞേക്ക്, അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു. അതിന് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഞാൻ കളയേണ്ടതുള്ളൂ, ഇല്ലാത്ത കാര്യം കളയേണ്ട കാര്യമില്ലല്ലോ. അവൻ അങ്ങനെ പറഞ്ഞതും അവൾക്കും വാശിയായി. അവൾ തിരികെ അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സാർ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? സാറ് മനസ്സിൽ കരുതിയ ഉത്തരം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അവൾ തിരികെ അവനോട് മറുപടി പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. ഈ കൈയൊന്നും എടുത്തിരുന്നെങ്കിൽ ഞാൻ പോയി ഷർട്ട് എടുത്തിട്ട് വരായിരുന്നു, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഒരു സൈഡിലെ കൈവിട്ടു. അവൾ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവനാണെങ്കിൽ അവൾ പോകുന്നത് നോക്കിയിട്ട് വാതിലൊന്ന് ചാരി. മനസ്സിലുള്ളത് കളയണം പോലും. അങ്ങേരുടെ വ്യാമോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങേരെ എന്നെ തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ ഞാൻ അങ്ങേരെ വായി നോക്കും. ഞാൻ അങ്ങേരെ വായി നോക്കേണ്ടെന്ന് പറയാൻ അയാൾക്കെന്താ അവകാശം? കടുവ. അവൾ സ്വയം പിറുപിറുത്തുകൊണ്ട് അവളുടെ ഏട്ടൻ്റെ മുറിയിലേക്ക് നടന്നു. അവിടെ ഷെൽഫിൽ ഒരു പുതിയ ഷർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കണോ വേണ്ടായോ എന്നുള്ള സംശയത്തിൽ അവൾ നിന്നു. പിന്നെ തിരികെ വന്ന് അവളുടെ ഫോൺ എടുത്ത് അവൾ അവളുടെ ഏട്ടനെ വിളിച്ചു. ഉണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു. തിരിച്ചു പോകാൻ ക്രിസ്റ്റിക്ക് ഷർട്ട് ഇല്ലെന്നും അവൾ പറഞ്ഞിരുന്നു. അവൾ ഉദ്ദേശിച്ചതുപോലെ അവൻ്റെ പുതിയ ഷർട്ട് എടുത്ത് കൊടുക്കാനാണ് അവനും പറഞ്ഞത്. അവളത് കൈകളിലെടുത്ത് ക്രിസ്റ്റിയുള്ള മുറിയിലേക്ക് നടന്നു. അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ അവൻ കട്ടിലിൽ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. ദാ ഷർട്ട്, അവൾ അവന് നേരെ ഷർട്ട് നീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കണ്ടതും അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്നും ആ ഷർട്ട് വാങ്ങി അത് ശരീരത്തിലേക്കിട്ടു. അവൻ ആ ഷർട്ട് ഇടുമ്പോഴും ബട്ടൺസ് ഇടുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. എന്നാൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം ചരിച്ചു വെച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? നാളെ അലക്കി തേച്ച് എനിക്ക് സ്കൂളിൽ കൊണ്ടുതരണം എൻ്റെ ഷർട്ട്, അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മനഃപൂർവ്വം ആ ജ്യൂസ് കൊണ്ട് ഒഴിച്ചതൊന്നുമല്ല. എൻ്റെ കൈ ആരോ വന്ന് തട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് തട്ടി വീണതാ. പിന്നെ നാളെ തന്നെ സ്കൂളിൽ ഇത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇപ്പം തന്നെ രാത്രിയായി, ഇനി രാത്രി അലക്കാൻ പറ്റില്ലല്ലോ. നാളെ അലക്കി ഉണക്കി തേച്ച് മറ്റന്നാൾ കൊണ്ട് തന്നേക്കാം. ഇത് ഞാൻ ഇട്ടുകൊണ്ട് കിടക്കാനൊന്നും പോകുന്നില്ല. അവൾ അവനെ നോക്കാതെയാണ് അത്രയും പറഞ്ഞത്. അവൾ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതും അവന് ദേഷ്യം വന്നിരുന്നു. അവനോട് തണ്ട് പറയുന്നത് പോലെ അവനത് തോന്നിയത്.
അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറാനും ശ്രമിച്ചു. എന്നാൽ അതിനെ അനുവദിക്കാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ വല്ലാതെയായെങ്കിലും അപ്പോഴേക്കും അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നിരുന്നു. ദേ, അമ്മച്ചിമാര് പറയുന്നത് പോലെ എൻ്റെ മുമ്പിൽ നിന്ന് പിറുപിറുത്താലുണ്ടല്ലോ, ഈ ചുണ്ട് ഞാൻ എവിടെ എടുക്കും? അവൻ അവളുടെ ചുണ്ടിലൊന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അന്തം വിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനാണേൽ അവളെ ഒന്ന് നോക്കിയിട്ട് ആ ഷർട്ടുമിട്ട് കതക് തുറന്ന് ഇറങ്ങിപ്പോയി. അവൾ അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ആ, നീ ഷർട്ട് മാറിയോ? അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതും ചാർലി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ആടാ, അതാകെ നനഞ്ഞു. ഇത് റോഷന്റെ ഷർട്ടാ. ക്രിസ്റ്റി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവനും ചിരിച്ചു. ചാർലി, എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോയാലോ? അച്ഛൻ അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. ഋഷു വരുന്നില്ലേ? ആൻറ്റി, അവളെ വിളിക്ക്. ഷീതു പറഞ്ഞതും ഋഷു അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. വാടി പോവാം. ഷീതു അവളോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ ആദ്യം പോയത് ക്രിസ്റ്റിയിലേക്കാണ്. അവനാണെങ്കിൽ അവൾ എന്തു മറുപടിയായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ള സംശയത്തിൽ നിൽക്കുകയായിരുന്നു. അത് ഞാൻ എൻ്റെ വണ്ടി വരാം, അവൾ അവരെ നോക്കി പറഞ്ഞു. വേണ്ട വേണ്ട, രാത്രി ഒറ്റയ്ക്ക് വണ്ടിയായിട്ടൊന്നും നീ പോണ്ട. ദേ, അവരൊക്കെ നടന്നാ പോകുന്നത്, നീ അവരുടെ ഒപ്പം നടന്നു പോയിട്ട് വാ. കുറച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ നടന്നായിരുന്നു പോയിരുന്നത്. അടുത്തടുത്തുള്ള വീടുകൾ ഉള്ളതുകൊണ്ട് അവർ നടക്കാൻ തീരുമാനിച്ചത്. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് നടക്കാം. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, എന്താ? റയാൻ പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. ക്രിസ്റ്റിയും ചാർലിയും ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം അവരോടൊപ്പം നടക്കാൻ തീരുമാനിച്ചു. ഷീതുവും ഋഷുവും മുൻപേ നടന്നു. അവരുടെ പുറകിലായിട്ട് ആമ്പിള്ളേരും നടന്നു. ഒരു ഇടവഴിയിലൂടെയായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഒരു കാറ് കിടക്കുന്നത് കണ്ടത്. ഷീതുവാണ് ആ കാർ ആദ്യം കണ്ടത്. പരിചിതമായ ആ കാറ് കണ്ടതും അവളുടെ നെഞ്ച് ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. ഋഷുവിനോട് ചിരിച്ച് സംസാരിച്ചുകൊണ്ട് വന്നിരുന്ന അവൾ പെട്ടെന്ന് സൈലൻ്റായി. ഋഷു അത് കണ്ട് സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ആ കാറിലേക്ക് തന്നെ നോക്കുന്നതാ കണ്ടത്. അവൾ നോക്കുന്നത് കണ്ട് ഋഷുവും ആ കാറിലേക്ക് നോക്കി. ആ കാറിന്റെ ഡ്രൈവർ സീറ്റിലിരുന്ന ഷീതുവിനെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു ആദം. ചേച്ചി, അവനെ കണ്ടതും ഋഷു ഷീതുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. അപ്പോഴേക്കും അവളുടെ ശരീരം ആസകലം തടുത്തിരുന്നു. അവൾ വല്ലാതെ ഭയപ്പെടുന്നുവെന്ന് ഋഷുവിന് തോന്നി. പെട്ടെന്ന് തൻ്റെ മറുസൈഡിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു കൈയാൽ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മറുകൈയാൽ മീശ പിരിച്ച് തൻ്റെ ഒപ്പം നടക്കുന്ന ചാർലിയെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഋഷുവിൻ്റെ അടുത്തും ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവളും തിരിഞ്ഞു നോക്കി. തൻ്റെ തൊട്ടടുത്തായിട്ട് റയാനും അവൻ്റെ തൊട്ടപ്പുറത്ത് ക്രിസ്റ്റിയും. നേരെ നോക്കി നടക്കടി. തൻ്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നത് കണ്ട് ചാർലി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ ഒന്നും മിണ്ടാതെ നേരെ തന്നെ നോക്കി. കറക്റ്റ് ടൈം താനേ, റയാൻ പറഞ്ഞുകൊണ്ട് ഷീതുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണു ചുമ്മി കാണിച്ചതും അവളും ചിരിച്ചു. ഷീതുവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചാർലിയെ കണ്ട് ആദം തൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുക്കി. നീ അവളെ എത്ര തന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചാലും അവളെ എന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാന്തമുണ്ട് ചാർലി, ജീവനുള്ള ഒരു കാന്തം. ഇസാ മറിയം. അവൻ ദേഷ്യത്തോടെ തൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ഛായ. ഷീതു അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരികെ അവളെയും നോക്കി. നമുക്ക് തിരികെ വീട്ടിലേക്ക് പോയാലോ? അവൾ പേടിയോടെ അവനെ നോക്കി ചോദിച്ചു. ആരെ കണ്ടിട്ടാ നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത്? വഴി കൂടി പോകുമ്പോൾ പലരെയും നീ കാണേണ്ടി വരും. അങ്ങനെ ഒളിച്ചോടാൻ നിന്നാൽ അതിനേ സമയം കാണുള്ളൂ. തൽക്കാലം നമ്മൾ എന്തിനാണോ ഇറങ്ങിയത് അത് പൂർത്തിയാക്കിയിട്ടേ പോന്നുള്ളൂ. നിനക്ക് എന്നിലുള്ള വിശ്വാസത്തേക്കാൾ അവനോടുള്ള പേടിയാണ് വലുതെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാം. നടക്കുന്നതിനിടയിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വേണ്ട. അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. ആദത്തിനോടുള്ള ഭയത്തേക്കാൾ അവൾക്ക് വലുത് ചാർലിയോടുള്ള വിശ്വാസമാണെന്ന് അവൾ പറയാതെ പറയുകയായിരുന്നു. കരോളിനായി അവർ പല വീടുകളും കയറിയിറങ്ങി. ചേച്ചി. ഒരു വീട്ടിലേക്ക് ചെന്നതും ആ വീട്ടിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇറങ്ങി വന്നുകൊണ്ട് ഷീതുവിനെ നോക്കി വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ കൈയാട്ടി ഷീതുവിനെ അടുത്തേക്ക് വിളിച്ചിരുന്നു. ഷീതു സംശയത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു. എന്താ ലയ? അവൾ അടുത്തേക്ക് ചെന്നതിന് ശേഷം ആ കുട്ടിയെ നോക്കി ചോദിച്ചു. ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാവോ? എന്താ ചേച്ചി? നമ്മുടെ പള്ളിയിലെ മാർഗം കളി കോമ്പറ്റീഷനാ. ഞങ്ങൾക്ക് മുൻപേ കളിച്ച ചേച്ചിമാരൊക്കെ ഇപ്പോൾ പല സ്ഥലത്തും പഠിക്കാൻ പോയിരിക്കുവാ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഞങ്ങളോട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് കറക്റ്റായിട്ട് അറിയില്ല. മാർഗം കളി അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ചേച്ചി നന്നായിട്ട് മാർഗം കളി കളിക്കുമെന്ന് അറിഞ്ഞിരുന്നു. കുറച്ച് ദിവസം ഞങ്ങളെ വന്നൊന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? പ്ലീസ് ചേച്ചി. ചേച്ചിയല്ലായിരുന്നു ചേച്ചിയുടെ പള്ളിയിൽ ഒരുപാട് വർഷം കലാതിലകമൊക്കെ ആയത്. പ്ലീസ് ചേച്ചി, നമ്മുടെ പള്ളിക്ക് വേണ്ടി ഇത്തവണ. ചേച്ചിക്ക് അറിയാലോ, എല്ലാ വർഷവും ചേച്ചിയുടെ പള്ളിയാ മാർഗം കളിക്ക് കൊണ്ടുപോയി വെക്കുന്നത്.
ഞങ്ങളുടെ സീനിയർ ചേച്ചിമാരുള്ള സമയത്ത് നമുക്കായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സ്ഥിരമായി ചേച്ചിയുടെ പള്ളിക്കാർക്കാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ചേച്ചി നമ്മുടെ പള്ളിയിലോട്ട് വന്നിട്ട് ചേച്ചി വിചാരിച്ച എന്തായാലും കിട്ടും. ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ച് തന്നാൽ മതി. ലയ അവളെ നോക്കി ദയനീയമായി പറഞ്ഞു. അവളാണെങ്കിൽ എന്തു മറുപടി തിരികെ പറയണം എന്നറിയാതെ നിൽക്കുകയായിരുന്നു. അതുമോളെ, ഞാനിപ്പോൾ 3-4 വർഷമായി. അവളെങ്ങനെങ്കിലും അത് ഒഴിവാക്കാൻ വേണ്ടി പറയാൻ ശ്രമിച്ചു. ചേച്ചി പ്ലീസ് ഒഴിവൊന്നും പറയല്ലേ. ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ ചേച്ചിയാ. വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അവരാരും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ചേച്ചിയും കൂടി ഞങ്ങളെ കൈവിട്ട ഈ വർഷം നമ്മുടെ പള്ളിയിൽ നിന്ന് മാർഗം കളി ഇറങ്ങേണ്ടാന്ന് വെക്കും. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അവൾ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ ലയോട് സംസാരിക്കുന്നതും ഷീതു എന്തു പറയണമെന്നറിയാൻ നിൽക്കുന്നതൊക്കെ ചാർലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലേ എന്താടി അവളോട് പറയുന്നേ? റയാനോട് എന്തോ ചളി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന റിഷുവിനെ നോക്കി ചാർലി സംശയത്തോടെ ചോദിച്ചു. അറിയില്ല ചേച്ചി, അവൾ അങ്ങോട്ട് വിളിച്ചതാ. അവൾ ചാർലിയെ നോക്കി മറുപടി പറഞ്ഞതും ചാർലി അങ്ങോട്ടേക്ക് നടന്നു. ചാർലിയെ കണ്ടതും ആ കുട്ടി അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്താ മോളെ, എന്താ കാര്യം? അവൻ സംശയത്തോടെ ലയയോട് ചോദിച്ചു. അവള് മാർഗം കളിയുടെ കാര്യവും അത് പഠിപ്പിക്കാൻ വേണ്ടി ഷീതുവിനോട് റിക്വസ്റ്റ് ചെയ്ത കാര്യവും അവനോട് പറഞ്ഞു. അവൾ വന്ന് പഠിപ്പിക്കും, നിങ്ങൾ വിഷമിക്കണ്ട. ചാർലി ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. എന്നാൽ ഷീതു അതിശയത്തോടെയും അത്ഭുതത്തോടെയും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ, നിനക്ക് പറ്റില്ലേ? ഷീതു അവനെ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതിച്ചായ, ഞാനിപ്പോൾ 3-4 വർഷമായില്ലേ, അതിൻ്റെ ടച്ചൊക്കെ വിട്ടുപോയി. അവൾ ദയനീയമായി അവനെ നോക്കി പറഞ്ഞു. അതൊന്നും സാരമില്ല, യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഡാൻസ് കിടപ്പുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ നിനക്കതിൻ്റെ ടച്ചൊക്കെ തനിയെ കിട്ടിക്കോളും. നിങ്ങൾ എന്നത്തേക്കാ പ്രാക്ടീസ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. മോളുടെ മമ്മിയുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ അവൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. താങ്ക് യു സോ മച്ച് ചേട്ടായി. അത് കേട്ടതും അവൾക്കും വളരെയധികം സന്തോഷമായിരുന്നു. ആ ഭാഗത്ത് കരോളൊക്കെ കഴിഞ്ഞ് അവർ ചാർലിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെയായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം കരുതിയിരുന്നത്. തിരികെ വണ്ടിയെടുക്കാൻ വേണ്ടി അവർ റിഷുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ശരി ചേച്ചി, റിഷു ഷീതുവിൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. നീ എവിടേക്ക് പോന്നു? നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഷീതു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഓ ഇല്ല ചേച്ചി, ഞാൻ എങ്ങനെ വരാനാ? പപ്പയോ ചാച്ചനോ ഉണ്ടായിരുന്നെങ്കിൽ അവരെ വിളിച്ചോണ്ട് വന്നേനെ. പപ്പ ഇന്ന് ഓഫീസിൽ പോയിട്ട് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ചാച്ചനും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരാൻ ലേറ്റ് ആവും. പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? നിങ്ങൾ രണ്ടുപേരും 2 ബൈക്കിലായിട്ടല്ലേ വന്നത്? തന്നെയല്ല, ഞാൻ വന്നാലും തിരികെ എന്നെ ആര് കൊണ്ടാക്കും? അത് സാരമില്ല, അവൾ ഷീതുവിൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു. ഇച്ചായ, ക്രിസ്റ്റിയോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചാർലിയെ നോക്കി അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. ഇച്ചായ, ഇവള് ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നാ പറയുന്നേ. അവൾ പറഞ്ഞതും ചാർലി സംശയത്തോടെ റിഷുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ ഷീതുവിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോടും പറഞ്ഞു. അത്രേ ഉള്ളൂ? എടാ ക്രിസ്റ്റി, നീ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോ. ചാർലി പറഞ്ഞതും ക്രിസ്റ്റി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് കേട്ട് അവളും പകച്ച് പണ്ടാരം അടങ്ങിയിരുന്നു. അത് വേണ്ട ചേട്ടായി. അവൾ പെട്ടെന്ന് ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതെന്താ വേണ്ടാത്തത്? ചെല്ലടാ, ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോ. ചാർലി വീണ്ടും അവനെ നോക്കി പറഞ്ഞു. അല്ല, അപ്പോൾ നിങ്ങളെങ്ങനെ വരും? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു. ഞങ്ങൾ ട്രിപ്പിൾ അടിച്ചോളാം. ചാർലി തൻ്റെ ചൂണ്ടുവിരലിൽ ബൈക്കിൻ്റെ ചാവി കറക്കിക്കൊണ്ട് പറഞ്ഞു. അതേനേ, ഞാനും ചേട്ടായിയും എൻ്റെ ഏട്ടത്തിയും ട്രിപ്പിൾസ് അടിച്ച് പറന്നു വരും. അത് കേട്ട് റയാനും പറഞ്ഞു. കയറ്. അത് കേട്ടതും ക്രിസ്റ്റി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ മമ്മിയോടൊന്ന് പറഞ്ഞിട്ട് വരാം. അവൾ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞതും അവളൊന്ന് മൂളി. ഷീതു, ചാർലി അവളെ വിളിച്ചതും ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അവളുടെ പുറകിലേക്ക് കയറി. അതിന് പുറകിലായി റയാനും കയറിയിരുന്നു. രണ്ടും കൂടി പെട്ടെന്നങ്ങ് വന്നേക്കണേ, ഫുഡൊക്കെ എടുത്തു കൊടുക്കേണ്ടതാ. ചാർലി ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ചേട്ടത്തി ഇന്ന് പേടിച്ചു പോയല്ലേ? റയാൻ അവളോട് ചോദിച്ചതും അവൾ തലചൊരിച്ച് അവനെ നോക്കി. ചേട്ടത്തിക്ക് കാവലായി ഞങ്ങൾ 3 പേര് ഇങ്ങനെ തണ്ടും തടിയായിട്ട് നിൽക്കുമ്പോൾ ചേച്ചി എന്തിനാ ഡാഷ്മോനെ പേടിക്കുന്നത്? റയാൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. എനിക്ക് പേടിയാണ്. അയാൾ ഇസു, എൻ്റെ കുഞ്ഞ്, അവളെ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് പേടിയാ. എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും അവൻ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ ചാർലിയുടെ ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നിരുന്നു.